നിങ്ങൾ ചെല്ലിരുന്ന സ്റ്റേഷൻ കൊന്തയൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. കൊന്തയൊക്കെ കത്തിച്ച് കളയും, നിങ്ങൾ ഉൾപ്പെടെ കത്തിച്ച് കളയും. ഇവർക്ക് ഭക്ഷണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അത്രയും പാവങ്ങളാണ്. ശരിക്കും പരിശുദ്ധാത്മാവ് നയിക്കുമായിരുന്നു എന്ന് പറയാൻ പറ്റും. ഇവാഞ്ചലൈസേഷനാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് തോന്നിയത്. മരണം വരിച്ചാൽ പോലും നമ്മൾ ദൈവത്തോടൊപ്പം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോയത്. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നമുക്കറിയാം, ഈശോ ആണ് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ശിഷ്യന്മാരോട് ഏറ്റവും വലിയ ഒരു ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്. പക്ഷേ അതിനു മുൻപേ ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സ്നാപക യോഹന്നാൻ. നമുക്കറിയാം, ഏറ്റവും ഹാർഡായിട്ടുള്ള ജീവിത മേഖലയിൽ, സാഹചര്യങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കാനായിട്ട് കടന്നുപോയ സ്നാപക യോഹന്നാൻ്റെ അതേ വഴിയിലൂടെ ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ കടന്നു പോവുകയാണ്. വലിയ പ്രതികൂലമായ കാലാവസ്ഥയിലൂടെ, സാഹചര്യങ്ങളിലൂടെ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് കടന്നു പോകുന്ന ഇത്തരം കുടുംബങ്ങളുടെ അനുഭവങ്ങളാണ് വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ശാലോം TV എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അത്തരത്തിലുള്ള മറ്റൊരു കുടുംബമാണ് നമ്മോടൊപ്പമുള്ളത്. കോതമംഗലം രൂപതയിലെ നെല്ലിമറ്റം ഇടവകയിലുള്ള ജോർജ് ട്രീസ ദമ്പതികളെയും അവരുടെ മക്കളെയും നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ജോർജ്, വീട്ടുപേര് വാളൂരാൻ. ഞാൻ മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലാബ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ട്രീസ, ഫാദർ JBM UP സ്കൂള് മലയങ്കീഴ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഞങ്ങൾക്ക് 5 മക്കളാണുള്ളത്. 4 ആണും ഒരു പെൺകുട്ടിയും. മൂത്ത ആൾ സെബാസ്റ്റ്യൻ, അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ജോസഫ്, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ തോമസ്, UKG പഠിക്കുന്നു. 4ാമത്തെ ആൾ അന്ന, LKG പഠിക്കുന്നു. ഇളയ കുട്ടി ഫ്രാൻസിസ്, അവന് 7 മാസമായിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മിഷൻ മേഖലയിലേക്കൊക്കെ പോകണം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത വന്നത് ഈ ഒരു ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണോ? രണ്ടുപേരും ജീസസ് യൂത്ത് ആയിരുന്നോ? എങ്ങനെയാണ് ഈ ഒരു ചിന്തയിലേക്ക് ആദ്യം വന്നത്? ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ജീസസ് യൂത്ത്. ഞാൻ 1998 മുതൽ പാരീഷിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജീസസ് യൂത്തിൽ അത്ര സജീവമൊന്നും ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ പലരും ഫുൾ ടൈമറായിട്ടൊക്കെ ജീസസ് യൂത്തിൽ മിഷൻ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒന്ന് പോയാലോ എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് നടന്നിട്ടില്ല. അതുപോലെ നമ്മുടെ ചേട്ടന്മാരൊക്കെ പോയിട്ട് മിഷനൊക്കെ പോയിട്ട് വന്നിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകളൊക്കെ ആഗ്രഹവും ആവേശമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു സംശയവും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവം എനിക്കും ഒരു മിഷനറി ആകാനായിട്ട് സാധിക്കണേ എന്നൊക്കെ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ജീസസ് യൂത്തിൻ്റെ തൃശ്ശൂർ വെച്ചുള്ള JYKFC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ജീസസ് യൂത്തിലെ കുറച്ച് ചേട്ടന്മാർ ഞങ്ങളുടെ സോണിലെയും അതുപോലെ ഫാമിലി കോൺഫറൻസ് ആയിരുന്നു. തൃശ്ശൂരൊക്കെ ഉള്ള ചേട്ടന്മാർ വന്ന് ഞങ്ങളെ ക്ഷണിച്ചു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും പോകാൻ പറ്റില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു വീട്ടിൽ. കാരണം മമ്മിയും പപ്പയും സിക്കായിരുന്നു. മമ്മി ക്യാൻസർ ബാധിച്ചിട്ടിരിക്കുമായിരുന്നു, പപ്പ ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ പോകാനായിട്ട് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾക്കതിന് പോകാനായിട്ട് സാധിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മിഷൻ ഇതിലേക്ക് പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഫാമിലി ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് മിഷന് പോകുന്നതിനെ കുറിച്ച്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. 1 മന്ത് മിഷനാണ്. അപ്പോൾ നമ്മളോർത്ത് 1 മന്ത് ആണല്ലോ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റിയേക്കും എന്ന് പറഞ്ഞ് പേര് കൊടുക്കാൻ ആഗ്രഹമുള്ളവർ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച്, ഇവളാണ് മുൻകൈ എടുത്തത്, ആലോചിച്ച് അതിന് ധൈര്യമായിട്ട് പേര് കൊടുത്തു. സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലം അല്ലെങ്കിൽ പോലും ഞങ്ങൾ പേര് കൊടുത്തു, വന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ. അപ്പം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവം നീ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അത് പോകാനായിട്ട് പറ്റണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും റിസ്ക് ഉള്ള മേഖലയിലേക്ക് പോകുമ്പോൾ, അതും കുട്ടികളുമൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം.
അപ്പോൾ എന്നിട്ടും നമുക്ക് അവസരം കിട്ടുവാണെങ്കിൽ നമുക്ക് പോകാം എന്ന് തീരുമാനിക്കാനുള്ള ട്രീസയ്ക്ക് അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എങ്ങനെ കിട്ടി? അതായത് വിശുദ്ധരുടെ എല്ലാവരുടെയും ജീവിതം നമ്മളെടുത്ത് നോക്കുമ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു മിഷനറി ആയി ഏറ്റവും അവസാനമായി തീർന്നാണ് അവരെല്ലാവരും വിശുദ്ധരായേക്കണേ എന്നുള്ള ആ ഒരു ചിന്ത ചെറുതിലെ തൊട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ നിന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മിഷൻ വേണം എന്നുള്ളത്. അപ്പോൾ ദൈവവിശ്വാസമുള്ള ഒരാളെ ലഭിക്കാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരാളെ ലഭിച്ചു. പിന്നെ കുട്ടികൾ, അവരെ പറ്റി ദൈവം തന്ന മക്കളാണ്, അവർക്ക് ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടാവും എന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിത പങ്കാളി അതിനോട് കൂടെ തന്നെ നിൽക്കണ ഒരാളാണ്. അപ്പോൾ ഒത്തിരി ഞങ്ങൾ ആഗ്രഹിച്ചു മക്കളെ ചെറുതിൽ തന്നെ ഒരു കുഞ്ഞു മിഷണറി ആക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾ പോണതിനേക്കാളും അപ്പുറം അവരെ അതൊരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും കുഞ്ഞു കുട്ടികളാവുമ്പോൾ അവരെ കെയർ ചെയ്യാനും അവർക്കൊരു പക്ഷേ ഇപ്പം ഈവൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ഒരു അപകട സാധ്യതയോ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് അത്ര അറിയില്ലായിരിക്കും. അപ്പം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന്, രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം ഒരു പ്രഷർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രോത്സാഹനമായിരുന്നോ, എന്തായിരുന്നു അവസ്ഥ? ഒന്നാമതായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുട്ടികളുമായിട്ട് ഇതുവരെ ട്രെയിൻ യാത്ര അതിനു മുമ്പ് ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, നമ്മളിങ്ങനെ ഒരു യാത്ര പോകുന്ന പലരും എതിർപ്പ് പറഞ്ഞു. കാരണം പേരൻസ് സിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മമ്മി മരിച്ചു പോയായിരുന്നു. അപ്പോൾ പപ്പേനെ തന്നെ ഇട്ടേച്ച് പോകുന്നത് ശരിയല്ല, അതല്ല നിങ്ങളുടെ മിഷൻ എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു. അതുപോലെ ഇവളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പലരും പറഞ്ഞു, നിങ്ങൾ ചെല്ലിരുന്ന സ്റ്റേഷൻ കൊന്തയൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം, കൊന്തയൊക്കെ കത്തിച്ച് കളയും, നിങ്ങൾ ഉൾപ്പെടെ കത്തിച്ച് കളയും, അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്, നിങ്ങൾ ഒരിക്കലും പോകരുത് എന്നൊക്കെ പറഞ്ഞുള്ള പ്രോത്സാഹനങ്ങളുണ്ടായി അവരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാണ് തീരുമാനം എടുത്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും, മരണം മരിച്ചാൽ പോലും നമ്മൾ ദൈവത്തോടൊപ്പം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോയത്. പിന്നെ വേറൊരു ദൈവാനുഗ്രഹം എന്ന് വെച്ചാൽ മരിച്ചാലും നമ്മൾ മക്കൾ ഒരുമിച്ചാണ് മരിക്കുന്നത്. നമുക്ക് പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ആരെക്കുറിച്ചും പിന്നെ ഉത്കണ്ഠപ്പെടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള സാമ്പത്തികമൊന്നും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം സോണിൽ നിന്നും ഫാമിലി സ്ട്രീമിൽ നിന്നും അതുപോലെ മറ്റു പലരും ഒത്തിരി സഹായിച്ചു ഞങ്ങളെ. ഞങ്ങൾ പോകുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ പെട്ടി പോലും വാങ്ങിക്കുന്നത്. പിന്നെ പാക്ക് ചെയ്യണ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഞങ്ങൾ പോകുന്നു എന്നുള്ളൊരു, എന്നാൽ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. മാനസികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല അതൊന്നും, പക്ഷേ എന്നാലും മാനസികമായിട്ടുള്ള ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പോലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങളെ ഒരു കാലം മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളുടെ എല്ലാ കാലുകളും എടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കാനായിട്ട് സഹായിച്ചു. ഓക്കെ. എങ്ങനെയായിരുന്നു പിന്നെ യാത്രയിലെ ഒരു അനുഭവം, ഒരു ദൈവപരിപാലനയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് കുഞ്ഞ് മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന വെള്ളം, ഭക്ഷണം, ഇതൊക്കെ അവർക്ക് പറ്റാതെ വരാം. ഈ ചൂട്, അതുപോലെ തന്നെ രാത്രിയിലാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. അങ്ങനെ പല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് പോവാണ്. അപ്പോൾ ആ ഒരു യാത്രയും പ്രത്യേകിച്ച് അവിടെ ചെന്നിട്ടുള്ള ഒരു താമസവും ഒക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതായിരുന്നു? പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം വലിയൊരു ചിന്തയുണ്ടായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷേ അവർ ആ ഒരു സാഹചര്യത്തെ മറികടന്ന് എന്നെ പോലെ അതിശയിപ്പിച്ചു. കാരണം വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണം, അത്ര ഒരു ചിന്ത മാത്രമാണ് മക്കൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ വിശപ്പ് സഹിച്ചിരിക്കാനും അവർ റെഡിയായിരുന്നു. കാരണം അവിടെ ഒത്തിരി ദൂരം നടന്ന് വേണം ഞങ്ങൾക്ക് ഓരോ സ്ഥലത്ത് എത്താൻ. അപ്പം അവിടം വരെ എത്തണ വരെ അവർ വിശപ്പും ദാഹവും എല്ലാം സഹിച്ച് അവരത് മുമ്പോട്ട് പരിശുദ്ധാത്മാവ് അവരെ നയിച്ചു എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത്. പിന്നെ യാത്രയുടെ സമയത്ത്, ട്രെയിനിലാണെങ്കിലും യാത്രയുടെ സമയത്ത് സഹായിക്കാൻ ഒത്തിരി ആളുകളെ ദൈവം അടുപ്പിച്ച് തന്നതുപോലെ എനിക്ക് തോന്നി. ഒരു വലിയ ദൈവപരിപാലന അതിൽ കാണാനായിട്ട് സാധിച്ചു. നമ്മൾ ഇനി ഈ പോയ സ്ഥലത്തെ കുറിച്ച് നമുക്ക് പറയാം. എവിടേക്കാണ് പോയത്, അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിച്ചു എന്നൊക്കെ ഒന്ന് പറയാം. ഞങ്ങൾ പോയത് നേപ്പാളിൽ ജാപ്പ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലെ സഡക്ബരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെ ജെസ്യൂട്ട് ഫാദേഴ്സാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, അവിടുത്തെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരാണ്.
അപ്പോൾ അവരവിടെ അവരുടെ തന്നെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് അച്ഛന്മാർ താമസിക്കണത്. പാരീഷിൽ അച്ഛന്മാർ താമസിക്കുന്നില്ല. ഈ സ്കൂളിൻ്റെ കീഴിൽ 2 പാരീഷാണുള്ളത്, സടക്ബരിയും സിമൽവാടിയും. ഞങ്ങൾ സടക്ബാരിയിലേക്കാണ് പോയത്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. ഒരു 50 വർഷം മുമ്പുള്ള കേരളം എങ്ങനെയായിരുന്നോ ഏതാണ്ട് അങ്ങനെയാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് ഒട്ടും വികസനം എത്തി നോക്കാത്ത, റോഡൊന്നും ടാർ ചെയ്യാത്ത ഒരു സ്ഥലം. കൂടുതലും മെയ്സാണ് അവിടുത്തെ കൃഷി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. വേറെ മരങ്ങളൊന്നുമില്ല. അവിടെ സാറ്റർഡേ ആണ് സാബത്തായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗിസ്റ്റ് എന്നാണ് പറയുന്നത്. കാറ്റഗിസ്റ്റും അച്ഛന്മാരും അവരുടെ ഒരു ആൾത്താര ശുശ്രൂഷി മാത്രമാണ്. പിന്നെ ഒരു ആൾത്താര ശുശ്രൂഷി പയ്യനും ഉണ്ടാവും. അത്രയും പേരാണ് അവിടെ ഇടദിവസം കുർബാനയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ശനിയാഴ്ചകളിൽ എല്ലാവരും തന്നെ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശനിയാഴ്ച നമ്മുടെ ഇവിടുത്തെ ഞായറാഴ്ച ആചരണം ശനിയാഴ്ചയാണ്. അപ്പോൾ അത്ര തീക്ഷ്ണതയൊന്നുമില്ല. നമ്മളിവിടെ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പോലെ അവിടുത്തെ അങ്ങനെ ഒരു രീതിയിലാണ് അവിടെ പോകുന്നത്. അവിടെ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ അച്ഛൻ ഇങ്ങനെ വീടുകൾ കയറാൻ പോകും. വീടുകൾ കയറാൻ പോയിട്ട് അച്ഛൻ ചോദിക്കും, എന്താണ് ശനിയാഴ്ച പള്ളിയിലൊന്നും കാണാനില്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനാണ് കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവള് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. കാരണം അച്ഛൻ്റെ കൂടെ ബൈക്കിലൊക്കെ ആയിരിക്കും പോകുന്നത് കൂടുതലും. അപ്പോൾ ഇവള് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛൻ വന്ന്, പിന്നെ ഞാനാണെങ്കിലും വേറൊരു ദേശത്തുനിന്ന് വന്നതുകൊണ്ട് വീട്ടിൽ ഭയങ്കര സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നത്. ശരിക്കും നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛന് ശരിക്കും വീട്ടിലേക്ക് കയറാൻ പോലും ഒരു സാഹചര്യം ഇല്ല അവിടെ. കാരണം വീടിൻ്റെ ഇതൊക്കെ തീരെ പൊക്കം കുറഞ്ഞ രീതിയിലാണ് അവിടുത്തെ നിർമ്മാണമൊക്കെ. അപ്പോൾ അച്ഛൻ ഇറയത്തെന്ന് പറയുമ്പോൾ മുറ്റത്ത് അവരൊരു കസേര ഇട്ട് തരും. അപ്പോൾ അവിടെ ഇരുന്നാണ് വർത്താനം പറയുന്നത്. അവരവിടെ ഇരുന്നിട്ട് നിൽക്കുകയുള്ളൂ. നമ്മൾ പിടിച്ചിരുത്തും. ഇരുത്തിയിട്ട് വെള്ളമൊക്കെ കൊണ്ടുപോയി തരും. അപ്പം അങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം. അപ്പോൾ അതുപോലെ അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഹിന്ദി പോലും അറിയാവുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അവരുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നേപ്പാളി ഭാഷ മാത്രമേ അറിയുള്ളൂ, ഹിന്ദി പോലും അറിയില്ല. നമ്മുടെ അച്ഛന്മാരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഹിന്ദി അറിയാവുന്നേ ഉള്ളൂ. ഇംഗ്ലീഷും അത്യാവശ്യം അറിയാം. അങ്ങനെയുള്ള കുട്ടികൾ. അപ്പോൾ നമ്മുടെയും കമ്മ്യൂണിക്കേഷൻ ഒത്തിരി പ്രശ്നം ഉണ്ടായി കാണും? ഇല്ല, അവിടുത്തെ അച്ഛന് അറിയാം. അപ്പോൾ അച്ഛൻ അവരുടേതായ നാച്ചുറൽ ഭാഷയെ സംസാരിക്കും. സന്താളി എന്ന് പറയുന്ന ഭാഷയാണ് ഇവിടെ. ആ ഭാഗത്ത് കൂടുതലും സന്താളീസ് എന്ന് പറഞ്ഞ ട്രൈബാണ്. അപ്പോൾ സന്താളി എന്ന് പറഞ്ഞ ഭാഷയാണ് അവരുടെ. അപ്പോൾ അച്ഛന് ആ ഭാഷ അറിയാം. അപ്പോൾ നേപ്പാളി അറിയാം. അവിടെ നേപ്പാളി അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കുഴപ്പമില്ല. പിന്നെ നമ്മൾ പറയുന്ന മുറി ഹിന്ദിയൊക്കെ അവർക്ക് അത്യാവശ്യം മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവാണല്ലോ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ അന്യഭാഷയൊക്കെ അവർക്ക് മനസ്സിലാവും. നമ്മൾ മലയാളം പറഞ്ഞാൽ പോലും അവർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവും. കാരണം ഹൃദയത്തിൻ്റെ ഭാഷയിലാണല്ലോ പരിശുദ്ധാത്മാവ് സംസാരിക്കണേ. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അവരുമായിട്ട് ഇടപഴകാനൊക്കെ സാധിച്ചു. പിന്നെ നമ്മൾ ശരിക്കും അനുകരിക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരവരുടെ വിശ്വാസം ഉയർത്തിക്കാട്ടാനായിട്ട് എല്ലാ വീട്ടിലും ഒരു കുരിശ് അവർ എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കോൺക്രീറ്റ് ചെയ്ത് അവരുടെ വീട് ശരിക്കും പനയോലയും കൊണ്ടും അതുപോലെ വൈക്കോലൊക്കെ വെച്ച് അല്ലെങ്കിൽ മണ്ണ് വെച്ചൊക്കെയാണ്. എന്നാൽ പോലും അവർ ഈ കുരിശ് സിമെന്റ് വെച്ചിട്ട് നല്ലോണം എംബോസ് ചെയ്താണ് പ്രാധാന്യത്തോട് അവരുടെ പുറമേന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ക്രിസ്ത്യൻ്റെ വീടാണെന്ന് അറിയത്തക്ക രീതിയിൽ തന്നെയാണ് അവരത് വച്ചിരിക്കുന്നത്. അതിലേറെ അത്ഭുതം തോന്നി, ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വീടിനോട് ചേർന്ന ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ, ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ടോയെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് ആ വീട്ടിലേക്കല്ല. അപ്പോൾ പറഞ്ഞില്ല, കൊച്ചിന് അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേർന്നതാണ് അസുഖം മാറിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഗ്രോട്ടോ പണിയാന്ന്. അങ്ങനെ ആ വീട്ടിൽ ഗ്രോട്ടോ ഉണ്ട്. അപ്പം അവരുടെ വിശ്വാസം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളവർക്ക് നല്ല വിശ്വാസമാണ്. അപ്പം അല്ലാത്തവർക്കത് ഇങ്ങനെ ഒരു എന്താ വളരെ കുറഞ്ഞ നാമമാത്രമായിട്ടുള്ള നമുക്ക് അവിടെ എന്തൊക്കെ ഇപ്പം ഹോം വിസിറ്റ് വീടുകൾ സന്ദർശിക്കുന്നു, അവരോട് ഈശോയെ കുറിച്ച് പറയുന്നു, നമ്മുടെ അനുഭവങ്ങളും രീതികളും പറയുന്നു. അതിൻ്റെ ഒപ്പം ഇപ്പം പ്രാർത്ഥന കൂടാതെ ഇപ്പം ട്രീസിക്കും ഒപ്പം കുട്ടികൾക്കും അവിടെയുള്ള ആളുകളായിട്ടോ അല്ലെങ്കിൽ കുട്ടികളായിട്ടോ ഒക്കെ ഇടപഴകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അവിടുത്തെ അച്ഛന്മാർ പഠിപ്പിക്കണ സ്കൂളിൽ, അവർ നടത്തുന്ന സ്കൂളിൽ ഞാൻ ടീച്ചറാണല്ലോ, അപ്പോൾ അവർ വന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ചെല്ലുമായിരുന്നു. ഒരു 1.5 മണിക്കൂർ നടന്നിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട്. പക്ഷേ പിള്ളേർ ഹാപ്പിയാണ് നടക്കാൻ. അവർക്കൊരു ബുദ്ധിമുട്ട് അവർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവർ നടന്ന് അവിടെ എത്തും. അവരും പറ്റണ പോലെ ഹെൽപ്പ് ചെയ്യും.
ഏകദേശം ഒരു 15 കിലോമീറ്റർ ഒക്കെ കാണുമായിരിക്കും അല്ലേ? 10-15 10ഒക്കെ എന്തായാലും കാണും. അത് നമുക്ക് ഇടവഴികളിൽ കൂടെ ഒക്കെ കയറി പോവാം. എന്നാലും കുറച്ച് സമയം എടുക്കും അവിടേക്ക് അങ്ങോട്ട് എത്താനായിട്ട്. എന്നാലും അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പോണ വഴി എല്ലാവരോടും വർത്താനം പറഞ്ഞ്, അവർക്ക് ഭാഷ മനസ്സിലാവില്ല, പക്ഷേ ഇത്രയും പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോണ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ വഴിയിൽ വെച്ച് അവർ ഓരോ സാധനങ്ങളൊക്കെ തരും. അവരുടെ വീട്ടിലുണ്ടായ മത്തങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് സന്തോഷം, അതെ, സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കും. പിള്ളേരും അത് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവിടുത്തെ കുട്ടികളോട്, ഞങ്ങളുടെ കുട്ടികൾ ഒരുമിച്ച് കളിക്കാൻ പോവും. എങ്ങനെ ഭാഷ മനസ്സിലാവണമെന്ന് അറിയില്ല, പക്ഷെ കളിക്കാൻ പോവും. ഭയങ്കര സന്തോഷം. അവസാനം അവർ പറഞ്ഞു, ഞങ്ങളിവിടെ നിന്നോളാം, അപ്പനമ്മ പൊക്കോ, ഞങ്ങളിവിടെ താമസിച്ചോളാം എന്ന് വരെ അവർ പറഞ്ഞു. അത്രയും ഒരു സന്തോഷമായിരുന്നു അവർക്ക്. ഒത്തിരി കഷ്ടപ്പാട് അവിടെ മക്കൾക്ക് ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ ചാമ്പ് പൈപ്പ് വെച്ച് അടിച്ചെടുക്കണം, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരതിനെയൊക്കെ അതിജീവിച്ചു. അവരതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നീട് നമുക്ക് അവിടെ നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, ഈ സ്കൂളിലെ പ്രവർത്തനങ്ങളുടെ സമയത്തോ അതുപോലെ തന്നെ വീടുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഒരു ദൈവപരിപാലനയുടെ ഒരു അനുഭവവും, ദൈവമാണ് നമ്മളെ നയിച്ച് വഴി നടത്തി കൊണ്ടുപോകുന്നത് എന്ന് നമുക്കും ഒരു ബോധ്യമുണ്ടാകുന്ന, നമ്മുടെ കുട്ടികൾക്ക് ബോധ്യമുണ്ടാകുന്ന, ഒപ്പം നമ്മൾ ചെന്ന ആ സമൂഹത്തിനും ബോധ്യമുണ്ടാകുന്ന രീതിയിൽ പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. വളരെ ഷോർട്ടായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. ഒന്നാമത് ഞങ്ങൾ ചെന്ന വീട് തന്നെ ഒരു പ്രത്യേക അനുഗ്രഹത്തിൻ്റെ സ്ഥലമായിരുന്നു. കാരണം അവരതിനെ ഭൂത ബംഗ്ലാവ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വീട് വിട്ടു തന്നത് ഈ അച്ഛന്മാരുടെ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വീടാണത്. പക്ഷെ അത്യാവശ്യം നല്ല വീടുമാണ്. പിന്നെ ഇവരെന്താണ് വിട്ടു തന്നതെന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ആ ചേച്ചിയുടെ ഹസ്ബൻഡും ഒരു കൊച്ചും ആ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ അവരടക്കം ചെയ്തിരിക്കുന്നതും ആ മണ്ണിൽ തന്നെയാണ്. അവർ പള്ളികളിലല്ല, സിമിട്രി വീടുകളിൽ തന്നെയാണ് അടക്കം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീടാണ് തന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചേച്ചിക്ക് പേടിയായിട്ട് ആ ചേച്ചി അവിടെയല്ല താമസിക്കുന്നത്, ഒത്തിരി മാറിയാണ് താമസിക്കുന്നത്. ആരും അങ്ങോട്ട് അങ്ങനെ രാത്രി വരുവോ പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വീടാണ് തന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചത് ശരിക്കും ഭയങ്കര ഗ്രേസ്ഫുള്ളായിരുന്നു ആ വീട്. ഞങ്ങളുടെ വീട് പോലെ തന്നെ വാർക്ക വീട് ഒക്കെ, 3-4 മുറികൾ, അതുപോലെ പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം, വെള്ളത്തിന്റെ ഒക്കെ അപര്യാപ്തത. ശരിക്കും അവിടുത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ബംഗ്ലാവ് എന്ന് തന്നെ പറയാം അല്ലേ? ബംഗ്ലാവ് തന്നെയാണ്. മാത്രമല്ല ഇത് അവിടുത്തെ BSF പോലെ, നമ്മുടെ ഇവിടുത്തെ BSF പോലെ അവിടുത്തെ പട്ടാളക്കാരുടെ ക്യാമ്പിന്റെ തൊട്ട് ചേർന്ന വീട്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരു കാര്യം പേടിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം നമുക്ക് വളരെ മനോഹരമായിട്ട് ഒരുക്കി തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ് അച്ഛൻ്റെ കൂടെ പോകും. അപ്പോൾ പകൽ ഇവളും കുട്ടികളും തന്നെയാണ്. അച്ഛൻ്റെ കൂടെ ഞാൻ പോകുമ്പോൾ ഇവർക്ക് വേറെ ശുശ്രൂഷയ്ക്കൊരു സാഹചര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോയത്. അപ്പോൾ ഇവള് ക്ലാസ്സിലും ഒക്കെ സഹായിക്കും, പിള്ളേരും ചെറിയ ക്ലാസ്സിൽ ചെന്ന് സഹായിക്കും, ഞാൻ അവിടുത്തെ കമ്പ്യൂട്ടർ ലാബിൽ കുറേയൊക്കെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തെ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള ഇതാണ്. അപ്പോൾ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ തോന്നണേന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് ആലോചിച്ചിട്ട് ഒരു എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞു. അപ്പോൾ കാറ്റഗീസിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പണ്ടത്തെ ഒരു പള്ളിയുണ്ട്, അത് ആ കാറ്റഗീസിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അതിപ്പോൾ അവരുടെ ഒരു സ്റ്റോർ റൂം പോലെ യൂസ് ചെയ്യണം, അത് വിട്ടു തരാം. അപ്പോൾ അവിടേക്ക് ആൾക്കാരെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്, കാരണം ഞങ്ങൾക്ക് ആരും പരിചയമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിക്കുന്ന അത്യാവശ്യം പ്രായമായ ആൾക്കാരെയാണ്, പക്ഷെ കാണുന്നത് കൂടുതലും കുട്ടികളെയാണ്. ഞങ്ങൾ ഒരുങ്ങിയിരുന്നത് പ്രായമായവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കുടുംബമായിട്ട് കൂടുതൽ ആളുകൾ വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ശരിക്കും പരിശുദ്ധാത്മാവ് നയിക്കുമായിരുന്നു എന്ന് പറയാൻ പറ്റും. കാരണം പരിശുദ്ധാത്മാവാണ് അവരെ കൊണ്ടുവന്നതെന്ന് പിന്നീടുള്ള ഇതിൽ നിന്ന് മനസ്സിലായി. ഞങ്ങൾ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ച് നേരം സ്തുതിച്ചു. അവരുടെ അടുത്ത് അറിയാവുന്ന ഭാഷയിൽ സ്തുതിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സ്തുതിച്ചു. അപ്പോൾ കാറ്റഗിസ്റ്റ് ഞങ്ങൾ പറയുന്ന മുറി ഹിന്ദി അവർക്ക് അവരുടേതായ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ചായി കഴിഞ്ഞപ്പോൾ അവർ ട്രാൻസ്ലേഷൻ നിർത്തി, കാരണം ഞങ്ങൾ പറയുന്നവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. ആദ്യം പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ ഭാഷ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ആക്ഷൻ സോങ് കളിപ്പിച്ചു അവരെ കൊണ്ട്. അപ്പോൾ അവരെല്ലാവരും വളരെ മനോഹരമായിട്ട് അതിൽ ചേർന്നു. അത് കഴിഞ്ഞ് അവരുടെ ഒരു ആക്ഷൻ സോങ് ഞങ്ങളെ കാണിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം സ്തുതിച്ച് കഴിഞ്ഞ് ഇവൾക്കൊരു പ്രചോദനം ഉണ്ടായി, ഇങ്ങനെ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഞാനത് ചോദിച്ചു, വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു.
തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പേര് ഈശോനെ കണ്ടു എന്ന് പറഞ്ഞു, ചിലർ മാതാവിനെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ കാറ്റഗിസ്റ്റ് പറഞ്ഞു, കൈ ഇങ്ങനെ ഷിവർ ചെയ്തു, പരിശുദ്ധാത്മാവ് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് എന്ന് കൃത്യമായിട്ട് ദൈവം മനസ്സിലാക്കി തന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി, കാരണം അവിടുത്തെ കുട്ടികളെ പിടിച്ചിട്ട കാര്യമുള്ളൂ. നമുക്ക് കുട്ടികളെയാണ് ഇനി വിശ്വാസത്തിലേക്ക് വളർത്തേണ്ടത്. വളരെ പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ, ഇപ്പം വലിയ ചൂടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്തും സാഹചര്യത്തിലും പോയിട്ട് വർക്ക് ചെയ്തിട്ടും എന്താണ് ഇനിയും പോകണം. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ കുട്ടികളാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇനിയും പോകണം, മിഷൻ മേഖലയിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. എന്താണ് നിങ്ങളെ ഇങ്ങനെ വീണ്ടും ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവേശം എങ്ങനെയാണ് നിങ്ങളിൽ ഇങ്ങനെ അണയാതെ നിൽക്കുന്നതിൻ്റെ കാരണം? ഇവാഞ്ചലൈസേഷനാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് തോന്നിയത്. കാരണം അവിടെ ചെന്ന് അവരോട് ഈശോ ആരാണ് എന്ന് അവരുടെ അടുത്ത് കാണിച്ചു കൊടുക്കണേലും ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിച്ച് കാണിക്കാനായിട്ട് സാധിച്ചു. കാരണം ഞങ്ങൾ ഒരുമിച്ച് രാവിലെ പള്ളി പോകുമ്പോൾ ഇവരെല്ലാവരും രാവിലെ തന്നെ എഴുന്നേക്കണ ആൾക്കാരാണ്. അവിടെ രാവിലെ 4 മണിയാകുമ്പോഴേക്കും എല്ലാവരും എഴുന്നേക്കും. എന്നിട്ട് അവർ മിറ്റം എല്ലാവരും വൃത്തിയാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ അടുക്കളയിലേക്ക് കയറുള്ളൂ. അപ്പം ഞങ്ങളെ കാണാം, അവരെല്ലാവരും മുറ്റത്തുണ്ടാവും. അപ്പം ഞങ്ങൾ കാണാം. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അവർ ചോദിക്കും എവിടേക്കാണ് പോണേന്ന്. പക്ഷേ കൂടുതൽ എനിക്ക് ഭാഷ മനസ്സിലാവില്ല, മക്കൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഹിന്ദി അറിയാം, ചേട്ടനും അറിയാം. അപ്പോൾ പറയും എങ്ങടെ പോണേന്നാ ചോദിക്കണേന്ന് പറയും. അപ്പോൾ പള്ളിയിലേക്ക് പോവാന്ന് പറയും. അപ്പോൾ അങ്ങനെ വേറെ ആരും അവരുടെ പൂജകൾക്കാണെങ്കിലും അവരങ്ങനെ പോണത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണത് അവർക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. കൂടുതൽ പേര് ശനിയാഴ്ച അങ്ങനെ പള്ളിയിലേക്ക് വന്നു, കൂടുതൽ ആളുകൾ. അതായത് ഞങ്ങൾ കണ്ടിട്ട് അപ്പോൾ പിള്ളേരും വന്നു. അപ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങൾ, ലോക്കറ്റ്, മാതാവിൻ്റെ ലോക്കറ്റ്, അങ്ങനെ ചെറിയ ചെറിയ ഇതുകൾ കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷം. നമ്മുടെ ഇവിടെ ഒന്നും പിള്ളേർക്ക് കാണാത്ത ഭയങ്കര സന്തോഷമായിരുന്നു ആ പിള്ളേർക്ക് ഉണ്ടായിരുന്നത്. അവരത് ഭയങ്കര ഭക്തിയോടും കൂടി അത് സ്വീകരിക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഉള്ളിൽ. അപ്പോൾ അതുപോലെ ഈശോനെ അറിയാത്ത സ്ഥലങ്ങളിൽ മക്കളെയും കൂട്ടി നമ്മൾ പ്രവർത്തിച്ച് കാണിക്കണം എന്നുള്ള ഒരു വലിയൊരു ഉൾവിളി വീണ്ടും വന്നതുകൊണ്ടാണ് ഇനിയും വീണ്ടും മിഷന് തന്നെ പോകണം, ഏറ്റവും നല്ലൊരു മിഷണറി ആയിട്ട് തന്നെ ഞങ്ങളുടെ കുടുംബം മാറണം, ഓരോരുത്തരും ഓരോ മിഷണറികളായിട്ട് മാറണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മിഷണറിമാരുടെ ഒരു കുടുംബമായിട്ട് മാറാനാണ് ശരിക്കും ഉള്ളിലെ ആ ഒരു ആഗ്രഹം നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ അവിടെ പോയപ്പോൾ അവിടുത്തെ വൈദികർക്കും ഒക്കെ വലിയൊരു സഹായമായിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ഈ ഒരു ആളുകളുമായിട്ട് ഇടപഴകാനും. പ്രത്യേകിച്ച് ഒരു കുടുംബം വിശ്വാസ ജീവിതം നയിക്കുന്നത് അവരുടെ മുന്നിൽ കാണുവാണ്. മിഷണറിമാരായിട്ടുള്ള കുടുംബത്തെ കാണുമ്പോൾ കുറേയും കൂടിയും ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബമായിട്ടുള്ള മിഷണറിമാരുടെ ഒരു ഉണർത്തെഴുന്നേൽപ്പ് ശരിക്കും ആവശ്യമല്ലേ? അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്? ഞങ്ങൾ ഈ കുടുംബമായിട്ട് പള്ളിയിലേക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞങ്ങൾ പള്ളിയിലേക്ക് പോണത് കണ്ടിട്ടും ഞങ്ങൾ പള്ളിയിൽ ശനിയാഴ്ച സാബത്ത് അവരുടെ ആചരിക്കുന്ന ദിവസം കണ്ടിട്ടും ഇവരുടെ മക്കളെയും കൂട്ടി വരാൻ തുടങ്ങി. ആദ്യം മുതിർന്നവർ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് പള്ളിയിൽ, മക്കളെയും കൂട്ടി വരാൻ തുടങ്ങി. അപ്പം അവർ ചോദിക്കുന്നത് ഇവർക്ക് ഭക്ഷണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, വിശപ്പ് മാറ്റുക എന്നുള്ളൊരു ചിന്തയുള്ളൂ, കാരണം അത്രയും പാവങ്ങളാണ്. അപ്പം ഞങ്ങളിങ്ങനെ കൊണ്ടുവന്ന് കാണുമ്പോൾ ഇവിടെ നിന്ന് ഉള്ള എന്താ പറയണേ, ഈശോനെ സ്വീകരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടണ ആ ഒരു പ്രചോദനവും ശക്തിയൊക്കെ ഇവിടെ നിന്നാണ് കിട്ടണേന്ന്, മക്കൾക്ക് കിട്ടണേന്നുള്ളത് അവർക്ക് ബോധ്യമായതുകൊണ്ടാണ് അവര് അങ്ങനെ മക്കളെയും കൂട്ടി വീണ്ടും വരാൻ തുടങ്ങിയത്. അപ്പം അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, മക്കൾ എല്ലാവരും ഒരുമിച്ച് വരണം, കുടുംബം ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഒരു സന്തോഷം കിട്ടണേന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അവരും ഞങ്ങളെ കണ്ട് മക്കളെ കൂട്ടി വരാൻ തുടങ്ങി. അപ്പം ശനിയാഴ്ചകളിൽ കൂടുതൽ മക്കൾ, മറ്റേത് വലിയവർ മാത്രമാണ് ഈ കാറ്റിസം പഠിക്കാൻ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് മക്കളെയും കൂടി. പിന്നെ 8:30 തൊട്ട് 9 മണി വരെ, 9 മണിക്കാണ് കുർബാനയിൽ, 8:30 അവർ വന്ന് 9 മണി വരെ ഞങ്ങൾ കുറച്ച് നേരം പ്രയർ, കുറച്ച് നേരം ഗെയിം, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അവർക്ക് കൂടുതൽ സന്തോഷമായി. അപ്പോൾ ഓരോ ശനിയാഴ്ച ആയപ്പോഴും 3 ശനിയാഴ്ച ആകെ കിട്ടിയുള്ളൂ, പക്ഷെ ഓരോ ശനിയാഴ്ച ആയപ്പോഴും കൂടി വന്നു. അപ്പം അത് ഇപ്പോഴും അത് അവിടെ മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കണു. ഇടയ്ക്കൊക്കെ വീഡിയോ കോൾ വിളിക്കും, അപ്പോൾ കാണാം, ഭയങ്കര സന്തോഷമാണ്.
ഓക്കെ ഓക്കെ. ഇപ്പം പോയി വന്നതിന് ശേഷം ഇപ്പം പോകുന്ന സമയത്ത് നമ്മളോട് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പോയി വന്നതിന് ശേഷം നമ്മുടെ കുട്ടികളിലും നമ്മിലുമൊക്കെയുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഭവങ്ങളൊക്കെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ മാറിയിരുന്നോ? തീർച്ചയായിട്ടും. ചിലരൊക്കെ ഇതുപോലെ എന്നിട്ട് കൈ തന്നിട്ട് നിങ്ങളെ സമ്മതിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം. പരിമിതമായ സാഹചര്യത്തിലും നമുക്ക് ഇവരുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു ഇത് പിന്നെ അവർ ത്രില്ലായി. നമ്മൾ തിരിച്ചു വന്നെങ്കിൽ ബന്ധുക്കളൊക്കെ ഇവർ തിരിച്ചു വന്നല്ലോ എന്നുള്ളൊരു ഇതിൽ. അപ്പം ഏതായാലും സന്തോഷമാണ് എല്ലാവർക്കും ഞങ്ങൾ പോയി തിരിച്ചു വന്നതിൽ. നമുക്കിനി മക്കളുടെ വിശേഷങ്ങളൊന്ന് കേട്ടറിയാം. ഇവർ 5 പേര് ഇപ്പോൾ കൂടെയുണ്ട് അല്ലേ? പക്ഷേ അതിൽ ഫ്രാൻസിസ് ഈ ഒരു മിഷൻ യാത്രയ്ക്ക് ശേഷമാണ് ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആദ്യം ഇവർ പോയ സമയത്ത് 4 പേരാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മൂത്തയാൾ സെബാസ്റ്റ്യൻ, അത് കഴിഞ്ഞ് ഇവിടെ ജോസഫ്, പിന്നെ തോമസ്, അന്ന, പിന്നെ നമ്മുടെ ഫ്രാൻസിസ്. അപ്പോൾ ഈ 5 പേരാണ് ഇവരുടെ മക്കൾ. തീർച്ചയായിട്ടും ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഈ 4 പേർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അല്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് അല്ലേ അന്നത്തെ യാത്രയുടെ ഒക്കെ. അവിടെ പോയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു? പപ്പയും അമ്മയും സ്കൂളിൽ പോയ കാര്യങ്ങൾ പറഞ്ഞു, എന്നും നടന്ന് കുർബാനയ്ക്ക് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് സെബാസ്റ്റ്യന് അന്നത്തെ മിഷൻ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ? മിഷൻ യാത്രയ്ക്ക് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് ആദ്യം വീട്ടിൽ കയറിയപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു വീടൊക്കെ ഫുള്ള് പൊടി പിടിച്ചെടുക്കുമായിരുന്നു, അപ്പോൾ അവിടെ ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പോയിട്ട് ചൂലും അടിച്ചുവാരിയും കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളവിടെ ഇരുന്ന ബക്കറ്റിൽ അവിടെ പോയി ഹാൻഡ് പമ്പ് ഉണ്ടായിരുന്നു, അതിന് വെള്ളം എടുത്ത് ഒഴിച്ച് കഴുകി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുളിക്കണമായിരുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും ബക്കറ്റ് പുറത്ത് കൊണ്ടുപോയി വീണ്ടും ഹാൻഡ് പമ്പ് ചെയ്ത് വെള്ളം എടുത്ത് കുളിച്ചു. എന്നിട്ട് പിന്നെ കിടന്നുറങ്ങി, ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് അവിടെ 15 മിനിറ്റ് ഫാസ്റ്റാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് പള്ളിയിൽ പോയി. നടന്നാ പോണേ, വണ്ടിയൊന്നുമില്ല. അപ്പോൾ നടന്ന് പള്ളിയിൽ പോയിട്ട് കുർബാന, ലാറ്റിൻ കുർബാനയാണ്, 1/2 മണിക്കൂറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ. അപ്പം ഈ എന്നും രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഒരുങ്ങി കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ മടിയോ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു? വിഷമോ മടിയൊന്നുമില്ല, സ്ഥിരം ഇവിടെ പള്ളിയിൽ പോണ അതേ ടൈമിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത്രയും നടക്കേണ്ടി വരുമ്പോൾ അങ്ങനെ തണുപ്പുണ്ടായിരുന്നു, കോട്ട് ഉണ്ടായിരുന്നു, തണുപ്പായിരുന്നു, പിന്നെ കുറെ നടക്കണമായിരുന്നു. അതൊരു അവിടെ ചെല്ലുമ്പോൾ ഫുൾ ഇരിക്കുക, അത് കാരണം കുഴപ്പമില്ല. ടയർഡാവും, പള്ളിയിലെത്തുമ്പോഴേക്കും ടയർഡാവും. ഓക്കെ. അതുപോലെ ഈ ആദ്യം ചെന്നപ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം പമ്പ് ചെയ്തെടുക്കുമ്പോൾ അത് പപ്പയും അമ്മയും വന്നിരുന്നു, അതോ നിങ്ങൾ തന്നെയാണോ? അതിങ്ങനെ ഒത്തിരി നമ്മൾ പ്രഷർ കൊടുക്കണ്ടേ ശരിക്ക്? ആദ്യം അടിച്ചപ്പോ ഫുള്ള് ചെളിയോളം വന്നേ. ആദ്യം കുറെ അടിച്ചു, അപ്പൊ കാറ്റ് വന്നു. എന്നിട്ട് പിന്നെ കുറെ നേരം അടിച്ചോണ്ടിരുന്നു. ആദ്യം ഞാൻ അടിച്ചു, പിന്നെ അവനടിച്ചു. അപ്പൊ കാറ്റ് തന്നെ പോയിക്കൊണ്ടിരുന്നെ. പിന്നെ അപ്പം വന്നിട്ട് ഒരു പ്രാവശ്യം അടിച്ചപ്പോ ചെളിവെള്ളം പോയി. പിന്നെ ഞങ്ങൾ തന്നെ അടിച്ചടിച്ചടിച്ച് നല്ല വെള്ളം വന്നു, കുഴൽ കിണറിയുന്ന വെള്ളം. എന്നിട്ട് പിന്നെ ഒത്തിരി സ്ട്രെയിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? അത് നല്ല പവർ കൊടുക്കണ്ടേ ഇത് വർക്ക് ചെയ്യണമെങ്കിലേ? 21 ദിവസം ഈ ചാമ്പല് തന്നെയായിരുന്നു. അത് ശരി. അവസാനമാണ്, ലാസ്റ്റ് ടൈമിലാണ് ശരിക്കും നമുക്ക് മോട്ടോർ കിട്ടുന്നത്. മോട്ടർ കൊണ്ടുവന്നു, കണക്ട് ചെയ്തിട്ട് ശരിയായില്ല. എന്നിട്ട് പിന്നെ അവര് മറ്റേ അവിടെ ബയോഗ്യാസിന്റെ മറ്റേ ഇതില്ലേ ടാങ്ക്, അത് കൊണ്ടുവന്ന് പിന്നെ ഒരു പഴയ മോട്ടർ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ അവിടെ കൊണ്ട് അവിടെ വെച്ചു. ഞങ്ങൾ തന്നെ കൊണ്ട് കുത്തി മോട്ടോർ പമ്പ് ചെയ്തെടുത്തു. ഇനിയും ഇതുപോലെ നമുക്ക് ഒരു ചാൻസ് കിട്ടിയാൽ അടുത്ത പ്രാവശ്യം ഇവര് നമ്മുടെ പപ്പയും അമ്മയും ഇതുപോലെ വീണ്ടും നമുക്ക് മിഷന് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പോകാൻ തയ്യാറാണോ? പോവാന്ന് പറഞ്ഞാൽ തയ്യാറാണ്. ഇപ്രാവശ്യം പോവാന്നും പറഞ്ഞാണ് ഇരിക്കണേ. ഈശോയ്ക്ക് വഴിയൊരുക്കാനെത്തിയ സ്നാപക യോഹന്നാനെ പോലെ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഹൃദയങ്ങളിൽ ഈശോയ്ക്ക് വഴിയൊരുക്കാനായി ഒത്തിരി കുടുംബങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഇറങ്ങി പുറപ്പെടുന്നത്. അതുപോലെ വീണ്ടും 5 മക്കളുമായി മറ്റൊരു മിഷൻ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഇന്ന് നമ്മൾ കണ്ടുമുട്ടിയ ജോർജും ട്രീസയും ഉൾപ്പെടുന്ന കുടുംബം. ധാരാളം കുടുംബങ്ങൾ ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കട്ടെ, മിഷൻ യാത്രകളിലേക്ക് പുറപ്പെടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും വാരിയേഴ്സ് ഓഫ് ഫെയ്ത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.
വേലക്കാരോ വിരളം. വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ വിളവധികം. വേലക്കാരോ വിരളം. വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ വേലക്കാരായി അയക്കേണമേ.